UDF രാഷ്ട്രീയം തകർച്ചയുടെ വക്കിലാണ്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ബഹുദൂരം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന പൊതു സാഹചര്യം വരുന്നു. ഇടതുപക്ഷ ജനാധിപത്യത്തിനുടെ വമ്പിച്ച ജനകീയ മുന്നേറ്റത്തിന്റെ പ്രതിഫലനമാണ് കോട്ടയത്ത് UDFന്റെ ജില്ലാ ചെയർമാൻ തന്നെ രാജിവെച്ച് അതിനോട് വിട പറഞ്ഞിരിക്കുന്നു. കോട്ടയം UDFന്റെ കോട്ടയാണെന്നായിരുന്നു അവർ അവകാശപ്പെട്ടിരുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി ആ കോട്ടയങ്ങൾ തകർത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മേൽക്കൈ കിട്ടിയിരുന്നു കോട്ടയത്ത്. ആ മേൽക്കൈ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും നിലനിർത്താൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള വലിയ മുന്നേറ്റം കോട്ടയം പാർലമെന്റ് നിയോജകമണ്ഡലത്തിൽ ഇതിനോടകം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ശ്രീ തോമസ് ചാഴികാടന് അനുകൂലമായി വന്നു കഴിഞ്ഞിരിക്കുന്നു. അത്തരമൊരു പശ്ചാത്തലം ഈ പാർലമെന്റ് നിയോജകമണ്ഡലത്തിൽ വന്നു കഴിഞ്ഞിരിക്കുന്ന സ്ഥിതിവിശേഷം നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് ശ്രീ സജി മഞ്ഞക്കടമ്പൻ. യഥാർത്ഥത്തിൽ കോട്ടയത്ത് ജോസഫ് ഗ്രൂപ്പിന്റെ ഏറ്റവും കരുത്തനായ നേതാവായിരുന്നു ശ്രീ സജി മഞ്ഞക്കടമ്പൻ എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഏറ്റവും കൂടുതൽ സംഘടനാ പ്രവർത്തനം നടത്തുകയും ജോസഫ് ഗ്രൂപ്പ് എന്ന് പറയുന്ന പാർട്ടിയെ തന്നെ ഒരുപക്ഷെ കോട്ടയം ജില്ലയിൽ പിടിച്ചു നിർത്തിയിരുന്നതിൽ ഒരാൾ ശ്രീ മഞ്ഞക്കടമ്പനായിരുന്നു. അദ്ദേഹത്തെ എല്ലാ അർത്ഥത്തിലും അവഗണിക്കുകയും അദ്ദേഹത്തെ എല്ലാ അർത്ഥത്തിലും മാറ്റി നിർത്തുകയും പുച്ഛിച്ചു തള്ളുകയും ചെയ്ത ഒരു പശ്ചാത്തലം കൂടി വളർന്നു വന്നിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം വളരെ വേദനയോടെയും പ്രയാസത്തോടെയും ആണ് തന്റെ രാജി അദ്ദേഹം പ്രഖ്യാപിച്ചത്. യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു പാർട്ടിയല്ല. അവർക്ക് ചിഹ്നമില്ല, കൊടിയില്ല, രജിസ്ട്രേഷൻ ഇല്ല. പിന്നെ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയാവുക? യഥാർത്ഥത്തിൽ PC തോമസിന്റെ രജിസ്ട്രേഷനാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് നിലനിന്നിരുന്നത്. ഇപ്പൊ PC തോമസും ഏതാണ്ട് രംഗത്ത് നമ്മൾ കാണുന്നില്ല. ഇത്തരൊരവസ്ഥ വന്നപ്പോൾ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്ന ശക്തിയും ശബ്ദവും എന്ന് പറഞ്ഞത് UDFന്റെ ചെയർമാനായി പ്രവർത്തിച്ചിരുന്ന ശ്രീ സജി മഞ്ഞക്കടമ്പനാണ്. അദ്ദേഹം അതിന് രാജിവെച്ചതോടുകൂടി UDFന്റെ നട്ടെല്ല് തകർന്നിരിക്കുന്നു. UDFന്റെ എല്ലാ കോട്ടകളും തകർത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് ബഹുദൂരം ശ്രീ തോമസ് ചാഴികാടൻ മുന്നിട്ട് നിൽക്കുന്നൊരവസ്ഥ കോട്ടയം പാർലമെന്റ് നിയോജകമണ്ഡലത്തിൽ. സംസ്ഥാനത്ത് പൊതുവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ ആവേശകരമായ മുന്നേറ്റത്തിൽ നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് കോട്ടയത്തും അതിനോടൊപ്പം മുന്നേറി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വന്നിരിക്കുന്നു. ഒരുപക്ഷെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി വംശനാശം സംഭവിക്കുന്ന പാർട്ടികളിൽ ഒന്നായി മാറിയിരിക്കുന്നു കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ചില സംഭവവികാസങ്ങൾ നമ്മൾ കണ്ടു. ചില പാർട്ടികൾക്ക് വംശനാശം സംഭവിച്ചു എന്നതുപോലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്ക് അതിവിടെയും സംഭവിക്കും. ഇപ്പോൾ UDFന്റെ കോട്ടകളിൽ എല്ലാം വലിയ തകർച്ചയുണ്ടായി. ഇടതുപക്ഷ ജനാധിപത്യ കോട്ടയം ജില്ലയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ നേടിയിരുന്നു. 9-ൽ 5 സീറ്റും ജയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ തുടർന്നങ്ങോട്ട് പിന്നിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതിന് മുമ്പുണ്ടായിട്ടുള്ള തെരഞ്ഞെടുപ്പിലും നിങ്ങൾ കണ്ടതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏതാണ്ട് 72 ഗ്രാമപഞ്ചായത്തിൽ 51 നേടി വലിയ മേൽക്കൈ നേടിയിരുന്നു. ജില്ലാ പഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടിയിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് 11-ൽ 10 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടിയിരുന്നു. അങ്ങനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടം മുതൽ വലിയ മുന്നേറ്റം ഇവിടെ കോട്ടയം ജില്ലയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ മേൽക്കൈ കോട്ടയം ജില്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നിലനിർത്താൻ കഴിഞ്ഞു. ഇപ്പോൾ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അഭിമാനകരമായ നേട്ടം കൈവരിക്കുന്ന രൂപത്തിലേക്ക് പ്രചരണ പ്രവർത്തന രംഗത്ത് വലിയ രൂപത്തിലുള്ള മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കൈവന്നു കഴിഞ്ഞിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് UDFന്റെ തകർച്ചയുടെ ഒരു തുടക്കം കൂടി. ഇനിയും UDFൽ നിന്ന് പലരും രാജിവെച്ച് പുറത്തു വരും എന്ന കാര്യത്തിൽ സംശയമില്ല. കേരളത്തിലൊട്ടാകെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, രാത്രി ഉറങ്ങാൻ കിടക്കുന്നവർ കോൺഗ്രസ് ആണെങ്കിൽ നേരം പുലർക്കുമ്പോൾ പലരും എഴുന്നേൽക്കുമ്പോൾ BJP ആവുന്നു. രാവിലെ കാപ്പി കുടിക്കുമ്പോൾ കോൺഗ്രസ് ആയിരിക്കുന്നവർ വൈകുന്നേരം BJP മാറുന്നു. ഒരുപക്ഷെ കേരളത്തിൽ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ 2 മുഖങ്ങളായിരുന്നു. ഒന്ന് ബഹുമാന്യനായ യശസ്വരീനായ K കരുണാകരൻ, അതുപോലെ ബഹുമാന്യനായ AK ആന്റണി. ഇത് രണ്ടായിരുന്നു കേരളത്തിന്റെ Iയും Aയും എന്ന ഗ്രൂപ്പുകൾ. ആ ഗ്രൂപ്പുകളുടെ നേതൃത്വം വഹിച്ചിരുന്ന ഉന്നതന്മാരായ കോൺഗ്രസിന്റെ നേതാക്കളുടെ മക്കൾ ഇന്ന് BJPയിൽ ചേക്കേറി ഒരാൾ സ്ഥാനാർത്ഥിയായിരിക്കുന്നു, മറ്റൊരാൾ
BJPയുടെ പ്രചരണത്തിന്റെ ചുക്കാൻ പിടിക്കുന്നു. ഇന്നും തിരുവനന്തപുരത്ത് പലരും രാജിവെച്ച് കോൺഗ്രസുകാർ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി മുന്നോട്ട് വന്നിരിക്കുന്നു. ഇത് സംസ്ഥാനത്തൊട്ടാകെ കാണുകയാണ്. പത്തനംതിട്ട മണ്ഡലത്തിൽ നമ്മൾ കണ്ടു ഈ അടുത്ത ദിവസം വലിയ രൂപത്തിൽ അവിടുത്തെ പഴയ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, DCC പ്രസിഡന്റ് ഇവരൊക്കെ തന്നെ രാജിവെച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി തോമസ് ഐസക്കിന് അനുകൂലമായി പ്രവർത്തിക്കുന്ന രംഗം പത്തനംതിട്ട ജില്ലയിൽ നമ്മൾ കണ്ടു. പാലക്കാട് ജില്ലയിൽ അവിടുത്തെ മുൻ DCC പ്രസിഡന്റും MLAയുമായിരുന്ന ഗോപിനാഥ് മൽ രാജിവെച്ച് ഇടതുപക്ഷ ജനാധിപത്യത്തിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു. ആലത്തൂർ മണ്ഡലത്തിൽ കോൺഗ്രസ് നേതാക്കന്മാർ രാജിവെച്ച് ഇടതുപക്ഷ ജനാധിപത്യത്തിനോടൊപ്പം മത്സരിക്കുന്നു. ഇങ്ങനെ സംസ്ഥാനത്ത് അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വിവിധ ജില്ലകളിൽ UDFന്റെ ഉന്നതരായ എത്രയോ നേതാക്കന്മാർ ഈ കാലഘട്ടത്തിൽ കോൺഗ്രസിനോടും അതുപോലെ തന്നെ മറ്റ് UDFലെ ഘടകകക്ഷികളോടും വിട പറഞ്ഞ് ഇടതുപക്ഷ ജനാധിപത്യത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സാഹചര്യം വളർന്നു വരുന്നു. പ്രതീക്ഷയോടുകൂടി കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യത്തിനെ ഭാവി കണ്ട് ഉറ്റുനോക്കുന്ന രാഷ്ട്രീയ ചരിത്ര പശ്ചാത്തലം നിലനിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് UDFന്റെ ഈ തകർച്ചയും ഇടതുപക്ഷ ജനാധിപത്യത്തിന് അനുകൂലമായി മുന്നേറ്റവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതൊപ്പം വർഗീയ രാഷ്ട്രീയത്തിനെതിരെ BJPയെ ചെറുത്ത് പരാജയപ്പെടുത്താൻ കഴിയുക ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ് എന്ന് ഇത്തരം ആളുകൾക്കെല്ലാം ബോധ്യപ്പെടുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യത്തോടൊപ്പം ചേർന്ന് മുന്നോട്ട് വരാൻ പൊതുവിൽ ഇത്തരം ആളുകൾക്ക് രാജിവെച്ച് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഇതിൻ്റെ മറ്റൊരു പശ്ചാത്തലമാണ് കോട്ടയത്ത് ഇപ്പോൾ UDFന്റെ ചെയർമാൻ രാജിവെച്ച് UDFന് കനത്ത ആഘാതമേൽപ്പിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ കോട്ടയത്ത് പുതിയ രാഷ്ട്രീയ സാഹചര്യം വളർന്നു വന്നിരിക്കുന്നത്. നിശ്ചയമായും ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ സ്ഥാനാർത്ഥി ശ്രീ തോമസ് ചാഴികാടൻ വലിയ ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഞങ്ങൾക്കില്ല. ആ പശ്ചാത്തലം വളർന്നു വന്നിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ കൂടിയാണ് UDFന്റെ ചെയർമാന്റെ രാജി വന്നിരിക്കുന്നത്. അത് ഏറെ ശ്രദ്ധേയമാണ്. വരും കാലങ്ങളിൽ നമുക്കറിയാം ഇനിയും ചില ആളുകൾ UDFൽ നിന്ന് രാജിവെച്ച് LDFൽ എത്തിച്ചേരും, സംശയം വേണ്ട. അത് അദ്ദേഹത്തിന്റെ ഭാവി നിലപാടുകളെ ആശ്രയിച്ചിരിക്കും. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നാലും ആരും അനാഥരാവില്ല എന്ന കാര്യം നമുക്കറിയാം പൊതുവിൽ.